40,000 രൂപയ്ക്ക് സാംസങ്ങിന്റെ ഈ ഒരു ഫോൺ A56. കാശ് ഒരുപാടുള്ളവർക്ക് ഈ ഒരു ഫോൺ വാങ്ങാം. പക്ഷേ ഈ ഒരു ഫോൺ വാങ്ങാതിരിക്കാനുള്ള കുറച്ച് റീസൺസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. സോ എന്റെ ഒരു ജെനുവിൻ ക്വിക്ക് റിവ്യൂ ആണ് ഇത്. ആദ്യം കുറച്ച് നല്ല കാര്യങ്ങൾ പറയാം. മെയിനായിട്ട് ഈ ഒരു ഫോണിന്റെ ബിൽഡ് ക്വാളിറ്റിയും ഡിസ്പ്ലേയും അടിപൊളിയാണ്. ഒരു പ്രീമിയം ഫീൽ നമുക്ക് ഫോൺ പിടിക്കുമ്പോൾ തന്നെ കിട്ടും. സോ മെറ്റൽ ഫ്രെയിം ആണ് ഫുൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേ ഒരു 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള വൈബ്രന്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. സാംസങ്ങിന്റെ ഡിസ്പ്ലേസ് എല്ലാം അടിപൊളിയാണ്. സാംസങ്ങിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 1 UI ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് 15 വരുന്നുണ്ട്. ആ ഒരു 1 UI കൊടുത്തത് കൊണ്ട് ആ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നത്. കുറച്ച് AI ഫീച്ചേഴ്സ് ഉണ്ടെന്നല്ലാതെ ഈ ഒരു ഫോണിൽ ആ ഒരു 40,000 രൂപയ്ക്ക് വേറെ ഒന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും 40,000 രൂപയ്ക്ക് ഇതിൽ അടിപൊളി ഗെയിമിംഗ് ഒക്കെ ആയിരിക്കുന്നു. പക്ഷേ അല്ല, എക്സിനോസിന്റെ ഒരു പ്രോസറാണ് വരുന്നത്. 5000 mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. 45 വാട്ട്സിന്റെ ചാർജിംഗ് ഉണ്ട്. പക്ഷേ ചാർജർ ഇതിന്റെ കൂടെ കൊടുത്തിട്ടില്ല. അറ്റ്ലീസ്റ്റ് ക്യാമറ എങ്കിലും അടിപൊളിയാവുമെന്ന് വിചാരിച്ചു. പക്ഷേ അതുമില്ല. 50 MB ഒരു ക്യാമറയാണ്. അതിന്റെ ആ ഒരു ക്വാളിറ്റി പോലും ഇതിൽ നമുക്ക് കിട്ടുന്നില്ല. നിങ്ങളൊരു ഹെവി യൂസർ ആണെങ്കിൽ ഒരിക്കലും ഈ ഒരു ഫോൺ നിങ്ങൾക്ക് വರ್ತല്ല. പകരം നിങ്ങൾക്ക് നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ എടുക്കാം. 6 വർഷത്തേക്കുള്ള OS അപ്ഗ്രേഡ് ഇതിൽ കിട്ടും. അപ്പോൾ ഒരു 40,000 രൂപയ്ക്ക് ഈ ഒരു ഫോൺ എടുക്കുന്നതിനേക്കാൾ നല്ലത് ഇതിനേക്കാൾ സ്പെക്കും മറ്റൊരു ഫീച്ചേഴ്സും ഉള്ള വേറെ ഒരുപാട് ഫോണുകളുണ്ട്. അല്ല, സാംസങ്ങിന്റെ ആ ഒരു യൂസർ എക്സ്പീരിയൻസ് ക്വാളിറ്റി ഒക്കെ വേണമെന്നുള്ളവർക്ക് ഈ ഒരു ഫോൺ തീർച്ചയായിട്ടും എടുക്കാം.